പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. 2 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. രാത്രി 11 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത് എന്ന് പരിക്കേറ്റവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പരിക്കേറ്റവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ 3 യുവാക്കളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 2 പേർ സഹോദരങ്ങളാണോ? രാഖി, 3 പേരും സുഹൃത്തുക്കളാണ്. ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടാവുന്നത്. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, അതുപോലെ തന്നെ രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആദിത്യൻ, അതുപോലെ തന്നെ ഋഷി, ജിതിൻ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ രാത്രി കറങ്ങുന്നതിന് വേണ്ടി പുറത്തേക്ക്, ഒരു നൈറ്റ് റൈഡിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചിറ്റൂരിൽ നിന്ന് മടങ്ങവെ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാറിന് കുറുകെ പെട്ടെന്ന് ഒരു മൃഗം ചാടുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കാട്ടുപന്നിയാണ് ഇവരുടെ വാഹനത്തിന് കുറുകെ ചാടിയത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം ഉണ്ട്. ഏതായാലും ഒരു മൃഗം കുറുകെ ചാടിയതോടുകൂടെ തന്നെ കാറിന്റെ നിയന്ത്രണം വിടുകയും തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കൊണ്ടുവന്ന് ആ വാഹനം ഇടിക്കുകയും തുടർന്ന് വാഹനം ഒരു വയലിലേക്ക് മറിയുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും 6 യുവാക്കളെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനോടകം തന്നെ 3 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 പേരുടെ നില ഇപ്പോൾ അപകട നില തരണം ചെയ്തു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നു. ആദിത്യൻ എന്ന യുവാവാണ്, 23-കാരനാണ്, വാഹനം ഓടിച്ചിരുന്നത്. 3 യുവാക്കൾ, ഈ 3 യുവാക്കളും 6 യുവാക്കളും സുഹൃത്തുക്കളാണ്. ഇവർ രാത്രി ഒരു നൈറ്റ് റൈഡിന് എന്ന തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ്. കാട്ടുപന്നിയാണെങ്കിൽ ഇത്തരത്തിൽ വന്യജീവി ശല്യം ഈ പ്രദേശത്തെ രൂക്ഷമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാവും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എത്ര പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്? 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. 5 പേരാണ് ആണോ വാഹനത്തിലുണ്ടായിരുന്നത്? പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അതായത് പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ്, അതുപോലെ ആദിത്യൻ, ഋഷി, ജിതിൻ എന്നിങ്ങനെ 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ രോഹൻ രഞ്ജിത്ത് 24 വയസ്സുകാരൻ, അതുപോലെ തന്നെ രോഹൻ സന്തോഷ് 22 വയസ്സുകാരൻ, സനൂജ് എന്ന 19 വയസ്സുകാരൻ എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. വാഹനം ഓടിച്ചത് ആദിത്യൻ എന്ന 23-കാരനാണ്. ഒപ്പം ഋഷി എന്ന 24-കാരൻ, ജിതിൻ എന്ന 21-കാരൻ, ഈ 3 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരും ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ്. ഇവരുടെ അപകട നില തരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ മറ്റ് 3 യുവാക്കൾക്ക് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നുള്ളതാണ്. ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരവെ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷൻ എന്ന പ്രദേശത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ വാഹനത്തിന് കുറുകെ ഒരു മൃഗം ചാടി. ഇതോടുകൂടെ തന്നെ ഇവർക്ക് നിയന്ത്രണം നഷ്ടമായി, വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി. തുടർന്നൊരു മരത്തിൽ ആദ്യം കൊണ്ടിടിച്ചു. മരത്തിലിടിച്ചതിന് ശേഷം പിന്നീട് വാഹനം ഒരു വയലിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാട്ടുപന്നി തന്നെയാണ് ഈ വാഹനത്തിന് കുറുകെ ചാടിയത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനവും അല്ലെങ്കിൽ പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് 3 യുവാക്കളുടെ മരണം സ്ഥിരീകരിച്ചത്. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് മരിച്ചത്. 3 സുഹൃത്തുക്കളാണ്. വാഹനത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റ് 3 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി നടന്ന അപകടമാണ്. അപകടത്തിന് കാരണമെന്ന് പറയുന്നത് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. വാഹനത്തിന് മുന്നിൽ എന്തോ ഒരു മൃഗം ചാടിയതാണ് എന്ന് പരിക്കേറ്റവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നായാലും നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ആരായേണ്ടതുണ്ട്. അവിടെ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണോ എന്നതൊക്കെ തന്നെ പരിശോധന വിധേയമാകേണ്ടതുണ്ട്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.